ഈ കാണുന്ന എന്നാ ഇലുമിനാറ്റി അല്ലെങ്കിൽ അതോട് ചേർന്ന് പോകുന്ന സിനിമകൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അതിനകത്ത് പോയി ഇരുന്നു കൊണ്ട് അന്ധകാരത്തെ പെറ്റിട്ട് പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ സഭയ്ക്കെതിരായി, വൈദികർക്കെതിരായി, വിശ്വാസത്തിനെതിരായി. ഇതാണ് ദുഷ്ടന്മാർക്ക് വേണ്ടത്. എങ്കിലേ അവർക്ക് ആളെ കിട്ടുകയുള്ളൂ, എങ്കിലേ അവർക്ക് പ്രവർത്തനത്തിന് ആളെ കിട്ടുകയുള്ളൂ, എങ്കിലേ അവർക്ക് ചെയ്യുന്ന തിന്മയ്ക്ക് കൂട്ടുനിൽക്കാൻ ആളെ കിട്ടുകയുള്ളൂ. എന്നാൽ നമ്മൾ കുഞ്ഞുങ്ങളെ മാടി വിളിക്കും. കൊട്ടേഷൻ സംഘത്തിന് അംഗമാകാൻ പോകാൻ പ്രേരണ വരും. കാരണം വീരാരാധനയാ. ഇങ്ങനെ നടന്നവനൊക്കെ ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഭയങ്കരമായ ആഘോഷമാ. എന്തൊരു നാടാണ് ഇങ്ങനെ അടപ്പതിക്ക് പോയത്. ഗാന്ധിജിയൊക്കെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരുന്ന ആ ചെറുപ്പകാലം ഓർത്തു നോക്കുകയും ജീവിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള മഹാന്മാരെ പോലെ ജീവിക്കണം എന്ന് പള്ളിക്കൂടങ്ങളെ പഠിപ്പിക്കുന്ന കാലഘട്ടം പോയി. ഇന്ന് പറയാൻ പേടിയ അധ്യാപകർക്ക്, കുട്ടികളെ തിരുത്താൻ പേടിയ അധ്യാപകർക്ക്, തിരുത്തി കഴിഞ്ഞാൽ വീട്ടിൽ ചെല്ലുമെന്നുള്ള അധ്യാപകരെ പേടിയാണ്. ഈ അന്തരീക്ഷം ആരാ സൃഷ്ടിച്ചത്? പള്ളിക്കൂടത്തിന് ചുറ്റും ലഹരിയാണ്. ഇവിടെ നടക്കില്ല. കാരണം ഇവിടെ വളരെ കൃത്യമായി നമ്മൾ സൂക്ഷിച്ച് ആണ്ടിരിക്കുന്ന സെന്റ് അൽഫോൺസ് സ്കൂളിന് ചുറ്റുപാടും നടക്കില്ല. ഒരൊറ്റ ലഹരിക്കാരനെ ഇവിടെ വെച്ച് ഉറപ്പിക്കുന്നില്ല. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയുള്ളൂ. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ നല്ല സന്തോഷമായിട്ട് വളരുന്നുണ്ട്. നമ്മൾ ഇതുപോലെല്ലാം മറ്റ് പല സ്കൂളിലും ഓർത്തു കൊള്ളുവേൻ. ഇവിടെ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ വഴിതെറ്റിക്കത്ത രീതിയിൽ ഏജന്റുമാർ നടന്ന് പള്ളിക്കൂടത്തിന് സൈഡുകളിലൊക്കെ പമ്മിയിരുന്നുകൊണ്ട് ഈ കൊച്ചുങ്ങളെ കൊടുത്തുകൊണ്ട് കുടുംബത്തെ തകർക്കുന്ന അവസ്ഥയ്ക്ക് വിരാമം ഇടണമെങ്കിൽ ധീരമായിട്ട് പറയുന്ന ആളുകൾ സമൂഹത്തിന് എണീറ്റ് വരണം. എന്തിനു വേണ്ടി ലഹരി? നൈമിഷികമായ ലാഭത്തിന് വേണ്ടി. എന്തിനു വേണ്ടിയിട്ടായി ബാറിന്റെ എണ്ണം കൂട്ടുന്ന അതുകൂടി ഭയങ്കരമായ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി. എൻ്റെ സഹോദര, ഈ മുമ്പന്തി നിൽക്കുന്ന ഭരണാധികാരി, നീ ഉണ്ടാക്കുന്ന ഈ ലാഭം, നീ ഉണ്ടാക്കുന്നതിന്റെ 10 ഇരട്ടി ഒഴുകി പോകുകയല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഈ കാണുന്ന കുടുംബങ്ങളുടെ കണ്ണുനീര് ശാപമായിട്ട് മാറും. ഇത് വലിച്ചു കയറ്റിയിട്ട് വീട്ടിൽ വന്നിട്ട് കുടുംബം നോക്കുന്ന കുടുംബനാഥന്മാര് ഈ അവസ്ഥ നീ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നതിന്റെ ശിക്ഷ നിനക്കെന്തിന്റെ സന്തതികൾക്ക് ഉണ്ടാകുന്ന കാര്യം മറന്നു പോകരുത്. ഈ ബാറിന്റെ പിന്നാലെ നിൽക്കുന്ന ഓർത്തുകൊള്ളവൻ ചെയ്യുന്നത് തിന്മയാണ്, പാപങ്ങളെ. കോട്ടയത്തായിരുന്നപ്പോൾ ഒരു വലിയ ബാറിന്റെ ഉടമയെ ഞാൻ അടുത്ത് വിളിച്ചു വരുത്തി. എൻ്റെ അടുത്ത് പറയും, എൻ്റെ പൊന്നു സഹോദര, ഇങ്ങനെ ഒരു കാര്യം, ഇത് എൻ്റെ ജനമാണ് ഈ ബാറിൽ വന്ന് പോകുന്നത് മുഴുവൻ. അവര് കേൾക്കരുത്. അത് തീരെ പാപങ്ങളാണ് ഈ രാവിലെ അങ്ങോട്ട് വരുന്നത്. അവർ പേരിട്ടുണ്ടോ അതിന്? തെണ്ടിക്കൗണ്ടർന്നു. അവിടെ ചെന്ന് വില കുറച്ച ശക്തി കൂടിയ സാധനം അകത്ത് വെട്ടി വിഴുങ്ങിയിട്ട് തലയെക്കെട്ടും കെട്ടി ഇങ്ങനെ പോകുന്നത്, അണ്ടർവെയർ മാത്രം ഇട്ടും പോകുന്നത് ഞാൻ ഒരിക്കൽ കണ്ടപ്പോഴാണ് ഞാൻ വിളിച്ചു. ഇനിമേൽ അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ അയാൾ എന്നെ പറയുന്നറിയോ, അച്ഛാ ഞങ്ങൾ കപ്പയും മുട്ടയും ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. കപ്പയും മുട്ട, ഇതാണ് പാർട്ടികളുടെ ചതി എന്ന് പറയുന്നത്. ആരിതിൽ നിന്ന് രക്ഷപ്പെടുത്തും? ധീരമായൊരു സമൂഹം ഉണ്ടായെങ്കിൽ, ശക്തമായ നേതൃത്വം ഉണ്ടായെങ്കിൽ അവിടെ ഇന്നും കുറെ കഴിയുമ്പോൾ നിന്നു നിൽക്കാതിരിക്കാൻ പറ്റില്ല എന്ന് വന്നു. ജനത്തെ സജ്ജമാക്കി കഴിഞ്ഞാൽ ഇതിനെതിരെ നിൽക്കാൻ പറ്റും. ഇതിലൂടെ കഞ്ചാവ് ഇറങ്ങിയാൽ, ഇവിടെ MDMA ഇറങ്ങിയാൽ, ഇവിടെ ചുറ്റുമാറുന്നതിന് വിൽപ്പനക്കാരുണ്ടായാൽ നിങ്ങളെ കണ്ടാലും ഓടണം. നിങ്ങളെ കണ്ടാൽ അവിടെ നിൽക്കരുത്. കാരണം ഇവരെതിരാണ് എന്ന് മനസ്സിലാക്കണം. നിങ്ങൾ മിണ്ടാതെ നടന്നാലോ എന്നേലും നടക്കട്ടെ. ഓർക്കണം, നിന്റെ കുടുംബത്തിലേക്ക് അത് വരുന്നതെങ്കിൽ, നിന്റെ മക്കളാ തലകുത്തി പോകുന്നതെങ്കിൽ നിനക്ക് വേദന ഉണ്ടാകുമോ?